നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ ഇടതുമുന്നണിയുടെ CPM-ന്റെ അടിത്തറ ഇളകുകയാണ്. സാധാരണയായി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ തുടരുന്നതാണ് പതിവ്. എന്നാൽ വോട്ടെടുപ്പിന് തൊട്ട് മുൻപ് തന്നെ അപ്രതീക്ഷിത രാജി ഉണ്ടായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാറ്റം, പ്രൈവറ്റ് സെക്രട്ടറിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും സ്ഥാനമൊഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ ചർച്ചയാവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേഴ്സണൽ സ്റ്റാഫിലെ 3 പേർ സ്ഥാനമൊഴിഞ്ഞു. പ്രൈവറ്റ് സെക്രട്ടറി പ്രദീപ് കുമാറും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമാണ് സ്ഥാനമൊഴിഞ്ഞത്. ഇവരെ കൂടാതെ പേഴ്സണൽ അസിസ്റ്റന്റ് VM സുനീഷും സ്ഥാനമൊഴിഞ്ഞിട്ടുണ്ട്. കാലാവധി പൂർത്തിയാക്കാൻ മാസങ്ങൾ ബാക്കി നിൽക്കെയാണ് മൂവരും സ്ഥാനമൊഴിഞ്ഞത്. മാർച്ച് 17-നാണ് ഇവർ സ്ഥാനമൊഴിയുന്നതിനായി അപേക്ഷ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ തുടരുന്നതാണ് പതിവ്. എന്നാൽ വോട്ടെടുപ്പിന് തൊട്ടു മുൻപുള്ള ഈ അപ്രതീക്ഷിത രാജിയുടെ കാരണം വ്യക്തമല്ല. വ്യക്തിപരമായ കാരണങ്ങളാലാണോ അതോ പാർട്ടി നിർദ്ദേശപ്രകാരമാണോ ഈ മാറ്റമെന്ന കാര്യത്തിലും ഔദ്യോഗിക വിശദീകരണം പുറത്തു വന്നിട്ടില്ല. മുസ്ലിം ലീഗിൽ എത്തിയതിന് പിന്നാലെ കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സ്ഥാനം രാജിവെച്ച കാരാട്ട് റസാഖും കേരള സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിലുള്ള കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ച് കാരാട്ട് റസാഖ് വാർത്താക്കുറിപ്പിലൂടെയാണ് സ്ഥാനം രാജിവെച്ച വിവരം അറിയിക്കുന്നത്. CPM ബന്ധം വിട്ട് മുസ്ലിം ലീഗിൽ അംഗത്വം സ്വീകരിക്കാൻ പാണക്കാട്ടെത്തിയപ്പോൾ തന്നെ മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന് അറിയിച്ചിരുന്നു.